ജിഷ കൊലക്കേസിൽ പ്രതി അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ ഹൈക്കോടതി ശരിവച്ചിരിക്കുന്നു. വധശിക്ഷ റദ്ദാക്കണമെന്നും തന്നെ കുറ്റവിമുക്തനാക്കണമെന്നും ആവശ്യപ്പെട്ട് അമീറുൽ ഇസ്ലാം നൽകിയ ഹർജി തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ജസ്റ്റിസ് പി സുരേഷ് കുമാറും ജസ്റ്റിസ് എസ് മനുവും അടങ്ങിയ ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ ഈ ശിക്ഷ ശരിവച്ചിരിക്കുന്നത്. ഇതോടൊപ്പം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി അമീറുൽ ഇസ്ലാമിന് വിധിച്ച വധശിക്ഷ നടപ്പാക്കാൻ അനുമതി തേടിക്കൊണ്ട് സർക്കാർ നൽകിയ ഹർജിയിലും ഇപ്പോൾ കോടതി വധശിക്ഷ നടപ്പാക്കാനുള്ള അനുമതി നൽകിയിരിക്കുന്നു. 2016 ഏപ്രിൽ 28-നാണ് പെരുമ്പാവൂരിൽ നിയമ വിദ്യാർത്ഥിനിയായിരുന്ന ജിഷയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. വിശദമായ പരിശോധനയിൽ ക്രൂരമായ പീഡനത്തിനിരയായാണ് ജിഷ കൊല്ലപ്പെട്ടത് എന്നും തെളിഞ്ഞു. ഇതിനുശേഷം 2016 ജൂൺ 16-ന് അസം സ്വദേശിയായ അമീറുൽ ഇസ്ലാം അറസ്റ്റിലാവുന്നു. ഈ കേസിൽ ദൃക്സാക്ഷികൾ ഉണ്ടായിരുന്നില്ല. സാഹചര്യ തെളിവുകളാണ് ഏറ്റവും നിർണായകമായത്. വിശദമായ വിചാരണയ്ക്കൊക്കെ ഒടുവിൽ 2017 ഡിസംബറിൽ അമീറുൽ ഇസ്ലാമിന് കോടതി വധശിക്ഷ വിധിച്ചു. സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച ഇത്തരമൊരു കേസിൽ വധശിക്ഷ നൽകേണ്ടത് കോടതിയുടെ ഉത്തരവാദിത്വമാണ്, കടമയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു അന്ന് കോടതി ഈ കേസിൽ വധശിക്ഷ നൽകിയത്. പ്രതിക്ക് എന്തുകൊണ്ട് വധശിക്ഷ നൽകി എന്നതിനുള്ള വിശദമായ കാരണങ്ങളും ആ വിധിന്യായത്തിൽ അന്ന് വിചാരണ കോടതി അക്കമിട്ട് നിരത്തിയിരുന്നു. പ്രതിക്ക് അർഹമായ ശിക്ഷ ലഭിക്കാത്ത പക്ഷം പൊതു മനസാക്ഷി നൊമ്പരപ്പെടുമെന്നും നീതിന്യായ വ്യവസ്ഥയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുമെന്നും ഒക്കെ അന്ന് ആ കോടതി വിധിയിൽ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഹൈക്കോടതി ആ വിചാരണ കോടതിയുടെ വിധിന്യായത്തെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ DNA തെളിവുകൾ ആധാരമാക്കിക്കൊണ്ടാണ് ഇത്തരമൊരു വിധിയിലേക്ക് കടന്നിട്ടുള്ളത്. ഏറെ നിർണായകമായത് 4 DNA തെളിവുകളാണ്, 4 DNA സാന്നിധ്യമാണ്. അമീറുൽ ഇസ്ലാമിന്റെ DNA ജിഷയുടെ ശരീരത്തിൽ നിന്നും ആ പരിസരത്ത് നിന്നുമായി 4 ഇടങ്ങളിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. ആ DNA സാമ്പിളുകൾ മാച്ച് ചെയ്യുന്നു. അത് അമീറുൽ ഇസ്ലാമിന്റെ ആണ് എന്ന് തെളിഞ്ഞ സാഹചര്യത്തിൽ ദൃക്സാക്ഷി തെളിവുകൾ ഇല്ലെങ്കിൽ പോലും ഈ കേസിൽ വധശിക്ഷ തന്നെ, അമീറുൽ ഇസ്ലാം തന്നെയാണ് പ്രതി. അത്തരമൊരു ക്രൂരകൃത്യം 38 മുറിവുകളാണെന്ന് ജിഷയുടെ ശരീരത്തിൽ കണ്ടെത്തിയത്. മാരകമായി മുറിവേൽപ്പിച്ചിരുന്നു. പീഡനത്തെ ചെറുക്കാൻ വേണ്ടി ജിഷ പരമാവധി ശ്രമിച്ചിരുന്നു. ആ ചെറുത്ത് നിൽപ്പിനൊടുവിലാണ് അതിദാരുണമായി ജിഷ കൊല്ലപ്പെട്ടത് എന്ന കണ്ടെത്തലിൽ കോടതി ഇത്രയും പ്രധാനപ്പെട്ട ഒരു വിധിന്യായം ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. കൊലപാതകം, ബലാത്സംഗം, അതിക്രമിച്ചു കയറൽ, മാരകമായി മുറിവേൽപ്പിക്കൽ തുടങ്ങിയ എല്ലാ വകുപ്പുകളും അന്ന് അമീറുൽ ഇസ്ലാമിനെതിരെ ചുമത്തിയിരുന്നു. അങ്ങനെ ഒരു കേസിൽ വധശിക്ഷ തന്നെ നടപ്പാക്കേണ്ടതുണ്ട് എന്ന കണ്ടെത്തലിലേക്കാണ് ഇന്നിപ്പോൾ ഹൈക്കോടതി എത്തിച്ചേർന്നിരിക്കുന്നത്. അനുമതി കൂടി കിട്ടിയ, വധശിക്ഷ നടപ്പാക്കാനുള്ള അനുമതി കൂടി കിട്ടിയ സാഹചര്യത്തിൽ ഇനി സർക്കാരിന് ഈ കേസിൽ ബാക്കി നടപടിക്രമങ്ങളുമായി ശിക്ഷ നടപ്പാക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കാം.